ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. നൃശംസതരകംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. നൃശംസതര കംസ. നൃശംസതര എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള കംസ, അല്ലയോ കംസ. അപ്പോൾ മായാഭഗവതി കംസന്റെ കൈകളിൽ നിന്നും പിടി വിട്ട് അങ്ങനെ അഷ്ടബാഹുക്കളോടുകൂടി സർവ ആഭരണ വിഭൂഷിതയായി സർവ ആയുധങ്ങളും ധരിച്ചവളായി അങ്ങനെ കംസന്റെ മുൻപിൽ കാണിച്ചു കൊടുത്തു, പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ മായാഭഗവതി കംസനോട് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലയോ ദുഷ്ടനായ കംസ, മഹാദുഷ്ടനായ കംസ, തേ കിമു മയാ വിനിഷ്പിഷ്ടയ. തേ എന്ന് പറഞ്ഞാൽ നിനക്ക്, കിമു മയാ വിനിഷ്പിഷ്ടയ. മയ എന്ന് പറഞ്ഞാൽ എന്നെ, വിനിഷ്പിഷ്ടയ എന്ന് പറഞ്ഞാൽ എന്നെ കൊന്നിട്ട്, കിമു നിനക്ക് എന്താണ് സാധിക്കുവാനുള്ളത്? എന്നെ നീ കൊല്ലാനായി കൊണ്ടുവന്നുവല്ലോ, കല്ലിലേക്ക് അടിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ കൊന്നിട്ട് നിനക്ക് എന്താണ് സാധിക്കുവാനുള്ളത്? ബഭൂവ ഭവദന്തക, അതായത് നീ മരണത്തെ ഭയന്നുകൊണ്ടാണ് എന്നെ കൊല്ലുവാൻ തുനിഞ്ഞതെങ്കിൽ നീ അറിയുക, ബഭൂവ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആര്? ഭവദന്തക, നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്വചന ചിന്ത്യതാം തേ ഹിതം. ക്വചന എന്ന് പറഞ്ഞാൽ എവിടെയോ, എവിടെയോ ഒരിടത്ത്, ഏതോ ഒരു ദിക്കിൽ നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിനക്ക് മരണത്തിൽ നിന്ന് ഏതായാലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. നീ മരണഭയം കൊണ്ടാണ് എന്നെ കൊല്ലുവാൻ തുനിഞ്ഞതെങ്കിൽ, അല്ലാതെ നിനക്ക് എന്നെ കൊന്നിട്ടൊന്നും സാധിക്കേണ്ടതില്ലല്ലോ. എന്ത് സാധിക്കാനാണ് നിനക്ക് എന്നെ കൊന്നിട്ട്? അപ്പോൾ നീ എന്നെ കൊല്ലുവാൻ തുനിഞ്ഞത് നിന്റെ മരണത്തെ നീ മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ നീ എന്നെ ഇല്ലാതെയാക്കുവാൻ നോക്കിയിട്ട് നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിന്റെ അന്തകൻ എവിടെയോ ഏതോ ഒരു ദിക്കിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഭൂജാതനായിരിക്കുന്നു. ചിന്ത്യതാം തേ ഹിതം. തേ നിനക്ക് ഹിതം, ഹിതമായിട്ടുള്ളത്, നിനക്ക് ഗുണമായിട്ടുള്ളത്. ചിന്ത്യതാം നീ ചിന്തിച്ചു കൊള്ളുക. അതായത് ഇനി ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. അപ്പോൾ നിനക്ക് ഗുണകരമായിട്ടുള്ളത് എന്താണ്? മൃത്യുവിനെ ഭയക്കാതെ, ഏതായാലും മൃത്യു വരിച്ചേ മതിയാവൂ, അല്ലെ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ജാതസ്യ ഹി ധ്രുവോ മൃത്യോർ, ജനിച്ചവർക്ക് മരണം സുനിശ്ചിതമാണ്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഏതായാലും നിനക്കാവില്ല, അല്ലയോ മൂഢനായ കംസ, മഹാദുഷ്ടനായ കംസ. അതുകൊണ്ട് നിന്റെ കാലൻ, നിന്റെ അന്തകൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിനക്കെന്താണോ ഹിതമായിട്ടുള്ളത് അത് നീ ചിന്തിച്ചു കൊള്ളുക. അതായത് മരണം മുന്നിൽ കാണുന്ന ഒരാളിന് എന്താണ് ഹിതമായിട്ടുള്ളത് അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുക. അതായത് ഈ അരുതാത്ത ദുഷ്ടവിചാരങ്ങളൊക്കെ മാറ്റിവെക്കുക. ഇനി എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്താലും മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് ഉറപ്പ് പറയുകയാണ് ഇവിടെ. അതുകൊണ്ട് ആ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നീ ഇനിയെങ്കിലും നിനക്ക് ഗുണം വരുന്നതായ കാര്യങ്ങൾ, ഇതൊന്നും നിനക്ക് ഗുണം വരുന്നതല്ല എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളൊന്നും നിനക്ക് ഗുണത്തെയല്ല പ്രദാനം ചെയ്യുന്ന. അപ്പോൾ നിനക്ക് ഗുണത്തെ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചു കൊള്ളുക എന്നിങ്ങനെ 2 കാര്യങ്ങളാണ് അവിടെ
മായാഭഗവതി പറഞ്ഞത്. അതിനുശേഷം ഇതി ത്വദനുജാ വിഭോ, ഇതി ഇപ്രകാരം, ത്വദനുജ, ത്വത് അനുജ, ഭഗവാനെ അങ്ങയുടെ അനുജത്തിയായിട്ടുള്ള, അങ്ങയുടെ കൂടപ്പിറപ്പായിട്ടുള്ള. കാരണം ഭഗവാൻ ആദ്യം ഇവിടെ അവതരിച്ചു. ഇവിടെ നിന്നും ഭഗവാനെയും കൊണ്ട് വസുദേവര് യശോദാമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ആ സമയത്താണ് അവിടെ യശോദാമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുന്നത്. അതുകൊണ്ടാണ് ത്വദനുജ എന്ന് പറഞ്ഞത്. മായാഭഗവതിയെ നമുക്ക് ലളിതാ സഹസ്രനാമത്തിലും അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു നാമം പത്മനാഭ സഹോദരി എന്നാണ്. ആ പത്മനാഭസ്വാമിയുടെ, നാരായണമൂർത്തിയുടെ സഹോദരിയാണ് മായാഭഗവതി. ഇവിടെ പറയുകയാണ് ഇതി ത്വദനുജ, ഭഗവാനെ ഇപ്രകാരം അവിടുത്തെ അനുജത്തിയായിട്ടുള്ള ആ മായാഭഗവതി, വിഭോ അല്ലയോ ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, ഖലമുദീര്യ തം ജഗ്മുഷി. ഖലമുദീര്യ, ഖലം ഉദീര്യ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ്. ഖലമുദീര്യ, ഖലം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. ഇവിടെ ഖലം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പാപകർമ്മങ്ങൾ കൊണ്ട് പാപങ്ങളുടെ പ്രതിരൂപമായി നിൽക്കുന്ന ആ കംസനോട് ഉദീര്യ പറഞ്ഞിട്ട് ജഗ്മുഷി, അപ്രത്യക്ഷയായില്ലോ ഭഗവാനെ. പറയേണ്ടത് പറഞ്ഞു, കംസനെ അറിയിക്കേണ്ടത് അറിയിച്ചു. രണ്ട് കാര്യങ്ങളെ പറയണ്ടു. എന്തേ? എന്നെ കൊന്നതുകൊണ്ട് നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് മൂഢത്വമാണ്. നിന്റെ കാലൻ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടോ, ആ മരണഭയം ഉള്ളിൽ നിനക്കുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിനക്ക് ഹിതമായിട്ടുള്ളത് വർത്തിക്കുക. ഇത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മായാഭഗവതി അവിടെ നിന്നും അപ്രത്യക്ഷയായി. മരുദ്ഗണപണായിത, അല്ലയോ ഭഗവാനെ, മരുത്തുക്കളാൽ പണായിത, സ്തുതിക്കപ്പെട്ടവളായിട്ട്. ഭുവി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ, ച മന്ദിരാണ്യേയുഷി, ഭുവി ച മന്ദിരാണി, ഈ ഭൂമിയിലും മന്ദിരാണി, മന്ദിരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലും ദേവി മന്ദിരാണി ഏയുഷി, രണ്ട് വാക്കുകളാണ്. മന്ദിരാണ്യേയുഷി, ഏയുഷി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കുടികൊള്ളുക. അപ്പോൾ ദേവന്മാരാലും ഈ ഭൂമിയിൽ വസിക്കുന്നവരാലും എന്തിനേറെ മരുത്തുക്കളാൽ പോലും സ്തുതിക്കപ്പെട്ടവളായിട്ട് ആ ഭഗവാനെ, അവിടുത്തെ അനുജത്തിയായിട്ടുള്ള ആ മായാഭഗവതി ഈ ഭൂമിയിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും. അപ്പോൾ അപ്രത്യക്ഷയായി പോയ ദേവി ഈ ഭൂമി വിട്ടുപോയില്ല. പകരം ഈ ഭൂമിയിൽ തന്നെ സജ്ജനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവളായി അമ്മ ഇവിടെ ഈ ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും അമ്മ കുടികൊള്ളുകയും ചെയ്തു. അതായത് ഇവിടെ കംസന് വേണ്ട സന്മാർഗ ചിന്തകളൊക്കെ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അമ്മ അപ്രത്യക്ഷയായി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന്, അവർക്ക് ആശ്രയമേകുന്നതിന്, അവർക്കൊരു സാന്ത്വനമായിട്ട് അമ്മ ഭൂമി വിട്ടുപോയില്ല. ഭൂമിയിലെ ഓരോരോ ക്ഷേത്രങ്ങളിൽ സജ്ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അമ്മ കുടിയിരിക്കുകയാണ് ചെയ്തത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൃശംസതരകംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭവദന്തക, രണ്ടാമത്തെ പാദത്തിൽ
ഭവത് അന്തകഃ ആണ്. അവിടെ പദം പിരിക്കണ്ട, പക്ഷേ ദായുടെ അകാരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഭവത് അന്തകഃ ആണ്. അടുത്തത് ഇതി ത്വദനുജ, മൂന്നാമത്തെ പാദത്തിൽ വരുമ്പോൾ ത്വത് അനുജ ആണ്. പദം പിരിക്കണ്ട. ത്വദനുജ, ദായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഖലമുദീര്യ, ഖലം ഉദീര്യ ആണ്. മായുടെ ഉകാരം ശ്രദ്ധിക്കുക. പിന്നെ മന്ദിരാണ്യേയുഷി, മന്ദിരാണി ഏയുഷിയാണ്. അവിടെ എകാരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.